ഇന്ത്യയിലെ തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇത്രയും വർഷക്കാലം ജീവിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ അപൂർവം ഒരാളാണ് ശ്രുതി. എനിക്ക് ജോസഫ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഹാർട്ടാണ് വെച്ചിരിക്കുന്നത്, ചങ്ങനാശ്ശേരിയിലുള്ള. കുറച്ചൊക്കെ കേട്ടേക്കണ ആൾ ഭയങ്കര സഹായിക്കാനൊക്കെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഭയങ്കര പാവം ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മളൊരു രോഗിയാണെന്ന് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ രോഗിയാണെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലും എന്താ പറയുക ഇങ്ങനെ ഇരുന്നു പോകുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഹൃദ്രോഗം സ്ത്രീകൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത്. ശരിക്കും ജീവിതം ആസ്വദിക്കേണ്ട സമയത്തായിരുന്നു. മോൻ്റെ മുട്ടുത്തി അടയുന്ന സമയത്തൊക്കെ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഫുൾ ഹാപ്പിയാണ്. സത്യം സന്തോഷല്ലേ? പിന്നെ ഒത്തിരി സന്തോഷം. ആ സമയത്ത് ഒരുപാട് എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഫുൾ ഹാപ്പിയാണ്. ഉറക്കമില്ലായ്മ, രാത്രിയിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ എണീറ്റിരിക്കും. എനിക്ക് എന്ത് ദേഷ്യമായിരുന്നു എന്നറിയാൻ നേരം. ഞാൻ അമ്മേനോട് ഒരു ദേഷ്യപ്പെട്ടിട്ട് വരെയുണ്ട്. ഞങ്ങൾ അടുത്ത പ്രാവശ്യം ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് എന്ന് പറയുന്ന ലോകത്തെ വേൾഡ് ട്രാൻസ്പ്ലാന്റ് ഗെയിംസിൽ പോയിരിക്കുക. എന്നെ കൊണ്ടാതെ അറിഞ്ഞേക്കണേ. നമസ്കാരം. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഗൃഹലക്ഷ്മിയിൽ നമ്മുടെ കൂടെയുള്ളത് ഹൃദയങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഡോക്ടർ ജോ ജോസഫ്, കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം ലിസി ഹോസ്പിറ്റൽ. ഒപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളത് ഹൃദയം കൊണ്ട് പുതുജീവൻ കിട്ടിയ രണ്ടുപേരാണ്, ശ്രുതി ആൻഡ് സന്ധ്യ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ശ്രുതി, സന്ധ്യ നമസ്കാരം. ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും. അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് അല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും. അപ്പം ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് ചോദിച്ചറിയാം. നമ്മുടെ ഹൃദയം, ഇവരുടെ ഹൃദയം, ഇതിനൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ആദ്യം തന്നെ ഡോക്ടർ, ഇവരെ രണ്ടുപേരും വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്, ഇവരുടെ ഹൃദയങ്ങളെ അറിയാവുന്ന ഒരാളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു ഡോക്ടർ, ഇവരെ കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നുവെന്ന്. അപ്പം വളരെ സങ്കീർണമായ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അതിജീവിച്ചിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള രണ്ട് മാതൃകകളാണ്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും അതൊരു ഇമോഷണലി കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് കാണുന്നത്? ശ്രുതിയുടെയും സന്ധ്യയുടെയും ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം എന്താ പറയുക, ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ കാരണം നമുക്ക് എപ്പോഴും ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഹൃദ്രോഗം സ്ത്രീകൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത്. മനസ്സിലായാലും എന്നാൽ ചിലർ ഹൃദ്രോഗങ്ങൾ സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ, സ്ത്രീകൾ കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യും. ശ്രുതി ഇന്ന് ഹാർട്ട് മാറ്റി വെച്ചിട്ട് 2013 ചെയ്തതാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ഏകദേശം 11 വർഷത്തോളമായി. ഇന്ത്യയിലെ തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇത്രയും വർഷക്കാലം ജീവിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ അപൂർവം ഒരാളാണ് ശ്രുതി. ശ്രുതിയുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്ന ഏകദേശം ഒരു 17ാമത്തെ വയസ്സ് തൊട്ട് അവൾ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് മുന്നിട്ടെടുക്കുന്ന ഒരാളായിരുന്നു. അന്ന് ഒരു അസുഖം മൂലം, ടക്കിയാസൂസ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം മൂലം ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും അവളുടെ 17ാമത്തെ വയസ്സിൽ അവർക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാളാണ്. 17ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. അതിനുശേഷം അവൾ പല പ്രാവശ്യം ഹൃദയത്തിൻ്റെ പരാജയം സംഭവിച്ചു, ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി. അതുമൂലം പലപ്പോഴും ശ്വാസമുട്ടലും കിതപ്പും അണപ്പുമായിട്ട് ഞാനിവിടെ 2012 ജോയിൻ ചെയ്യുന്നത്. 2012, 2013 കാലഘട്ടങ്ങളിൽ എല്ലാ 2 മാസം കൂടുമ്പോഴത്തേക്ക് ഇവൾ ഹാർട്ട് ഫെയിലിയറുമായിട്ട്, ഹൃദയത്തിൻ്റെ പരാജയമായിട്ട് പല പ്രാവശ്യം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു ഗത്യന്തരവും ഇല്ലാതെയാണ് 2013 ശ്രുതിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. 2013 ഇപ്പോൾ ഏകദേശം 11 വർഷത്തോളം കഴിഞ്ഞു. ശ്രുതിയുടെ ജീവിതം അതിനു മുമ്പുള്ള ജീവിതം ഞാൻ കണ്ടതാണ്, അതിന് ശേഷമുള്ള ജീവിതം ഞാൻ കണ്ടതാണ്. അതിനു മുമ്പുള്ള ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ 2 മാസം കൂടുമ്പോഴത്തേക്ക് അവർ ICU വരും, മരുന്നുകൾ കൊടുക്കും, കുറച്ച് ദിവസം ഇമ്പ്രൂവ് ചെയ്യും, കുറച്ച് ദിവസം ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് കഴിയുമ്പോഴത്തേക്ക് 2 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിരുന്നു. പക്ഷേ അതിനുശേഷം ശ്രുതിയെ കാണുമ്പോഴത്തേക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഒരിക്കൽ പോലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻസ് ഇതുമൂലം ഉണ്ടായിട്ടില്ല. അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവൾ പഠിച്ചു, പിന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞു, ഒരു ലാബിൽ കുറേ കാലം ജോലി ചെയ്തു, പിന്നെ കുറേ കരകൗശല പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് മിടുക്കിയായിട്ട് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് തീർന്നിട്ടില്ല, എങ്കിലും ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം വീണ്ടും മാറ്റിവെച്ച ഹൃദയത്തിൻ്റെ ധമനിയിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ 17ാമത്തെ വയസ്സ് തുടങ്ങിയ കഥ
ഇപ്പോഴും ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹാർട്ട് മാറ്റിവെച്ചതിന് ശേഷം അവളുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് അതുകൊണ്ട് സുധിയെ കാണുമ്പോഴത്തേക്കും എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മനസ്സിലായി, ഒരു ആരും ആലോചിക്കാത്ത സമയത്ത്, ആരും ആലോചിക്കാത്ത രീതിയിൽ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഒരു സ്ത്രീക്ക് പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. സന്ധ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. സന്ധ്യയുടെ രോഗം എന്ന് പറയുന്നത് പെരിപ്പാട്ടം കാർഡിയോമയോപ്പതി എന്ന രോഗമായിരുന്നു. പെരിപ്പാട്ടം കാർഡിയോമയോപ്പതി എന്ന് പറയുമ്പോൾ ഗർഭാവസ്ഥയിലോ പ്രസവത്തിന് ശേഷം ഒരു 6 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ പരാജയമാണ് പെരിപ്പാട്ടം കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്. അത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഹാർട്ട് മാറ്റിവെക്കുന്ന രോഗികളിൽ സാധാരണ ഒരു 5% ആൾക്ക് താഴെ മാത്രമേ പെരിപ്പാട്ടം കാർഡിയോമയോപ്പതി കൂടെ ഹാർട്ട് മാറ്റിവെക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമാണ് അവളുടെ ഗർഭാവസ്ഥ, കുഞ്ഞുണ്ടാകുന്ന അവസ്ഥ. മോനുണ്ടായി 3 മാസം 3 മാസമായപ്പോഴത്തേക്ക് ശക്തമായ ശ്വാസം മുട്ടൽ, ഹൃദയപരാജയം മൂലം പല പ്രാവശ്യം ഹോസ്പിറ്റലൈസേഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഏത് വർഷം സന്ധ്യ? 2016 വളരെ പെട്ടെന്ന് തന്നെ അവിടെ അഡ്മിറ്റായി. വളരെ പെട്ടെന്ന് തന്നെ ഹാർട്ട് ഒരു പുതിയ ഹൃദയം ലഭിക്കുകയും അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ എത്ര വർഷമായി? 8 വർഷമായി ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, സന്ധ്യ അനുഭവിച്ച മാനസിക വിഷമം. കാരണം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയത്ത് ഏറ്റവും ഗുരുതരമായ രോഗം, ആ രോഗത്തിന് ഏറ്റവും ഗൗരവമായ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചികിത്സ, അതിനുശേഷം ഇപ്പോൾ 8 വർഷത്തോളം എന്താ പറയുന്നത് വളരെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. സോ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ടീമിന് എല്ലാവർക്കും വളരെ ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഈ പ്രത്യേകിച്ച് ഹാർട്ട് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പല സമൂഹത്തിൽ പല സംശയങ്ങളുണ്ട്. ഇത് മാറ്റിവെച്ചാൽ ശരിയാകുമോ? ചിലർ പറയുന്നുണ്ട്, ചില VIP അല്ലെ ചില സെലിബ്രിറ്റികൾ 2 വർഷം കൂടുതൽ ആരും ജീവിക്കുന്നില്ല എന്നുള്ളത്, മനസ്സിലായില്ലേ? പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലിയെ കൂടുതൽ സ്നേഹിക്കാനും ഇതിൻ്റെ ഏറ്റവും ശരിയായ എന്താ പറയുക ആരോഗ്യവശം കാണിച്ചു തരുന്ന 2 പേരാണ് ഇവരുണ്ട്, പ്രത്യേകിച്ച് 2 സ്ത്രീകൾ. തീർച്ചയായിട്ടും. കാരണം ഇവരെ കാണുമ്പോൾ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അതിനൊരു ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മുടെ മുമ്പിൽ അതിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഫേസ് ചെയ്തിട്ടുള്ള 2 പേരാണ്. കാണുമ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതും എല്ലാം കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഖമാണ് അവിടെ കാണാൻ പറ്റുന്നത്. ശ്രുതി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ രണ്ടുപേരും ഡോക്ടറാണ്, ശരിക്കും നല്ല ഫ്രണ്ട്സാണ് അല്ലേ? ഹൃദയം അറിഞ്ഞ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ വിളിച്ചൊരു ഫോളോ അപ്പ് പോലെ ചെയ്യേണ്ടി വരുമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അല്ലേ? നമുക്ക് എപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം സാറിനെ. നമുക്ക് അങ്ങനെ ഒരു ഇന്നെ വിളിച്ച സാർ, ഇനിയിപ്പം സാർ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ കൂടി സാർ തിരിച്ചു വിളിക്കും നമ്മളെ, എന്താണ് പ്രശ്നം എന്നുള്ളത്. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയുക ഒരു അകൽച്ച ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും പറയാം, ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. നമ്മുടെ ഹെൽത്ത് പരമായിട്ടോ അല്ലാതെ എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനോട് ചോദിച്ചാലും ഒരു കുഴപ്പമില്ല, സാർ അത് സാറിൻ്റെ സമയം ഇതാക്കിയിട്ട് സാർ അത് പറഞ്ഞു തരും, അത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് തരും, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കെട്ടിക്കാൻ പോയ സാറിനെ കാണുമ്പോൾ ചോദിക്കും എന്നാ സദ്യ തരുന്നത് ഞങ്ങൾ ചോദിക്കാം. അതെ അതറിഞ്ഞേ പോസിറ്റീവായിട്ട് ആലോചിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത് കഴിയുമ്പോഴത്തേക്ക് സാധാരണ ജീവിതം സാധ്യമാണ് എല്ലാവർക്കും, മനസ്സിലായി? അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുണ്ട്. എല്ലാവരും പറയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാർട്ട് മാറ്റിവെക്കുക പോയിട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് പോലും ആളുകളെല്ലാം വീട്ടിൽ 4 ചുവരുള്ള അടക്കിയിരുത്തുന്ന സ്വഭാവമുള്ളവരാണ് മലയാളികൾ. നോക്കിക്കേ, ഇവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പങ്കെടുത്തു. അല്ല, പൊതുവെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഹൃദയത്തിന് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാരമാണ്, അനങ്ങാൻ പോലും പറ്റാതെ മനുഷ്യന്മാര് സ്വയം റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. പക്ഷെ ശ്രുതി വളരെ ആക്റ്റീവായി അല്ലേ? നമ്മളൊരു രോഗിയാണെന്ന് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ രോഗിയാണെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലും എന്താ പറയുക ഇങ്ങനെ ഇരുന്നു പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരു അസുഖം ഇല്ല. ഇപ്പം ശരി, നമ്മുടെ ഒരു കുഴപ്പം കൊണ്ടല്ല, നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്താ പറയുക പോസിറ്റീവായുള്ള സപ്പോർട്ടുകളൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സിൻ്റെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഞാനൊരു രോഗിയാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. സന്ധ്യ കുറച്ച് സൈലന്റ് ആണെങ്കിലും വളരെ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. എങ്ങനെയാ സന്ധ്യയുടെ ആക്ടിവിറ്റീസ്? ഇപ്പൊ കുഞ്ഞിന് എത്ര വയസ്സായി? മോനിപ്പോ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് 8 മാസമൊക്കെ 9 മാസത്തിലാണ് സർജറി കഴിഞ്ഞത്. സാറ് പറഞ്ഞ പോലെ ശരിക്കും ജീവിതം ആസ്വദിക്കേണ്ട സമയത്തായിരുന്നു.
മോൻ്റെ മുട്ടുത്തി അടയുന്ന സമയത്തൊക്കെ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജിൻ്റെ അന്നാണ് പിന്നെ കാണുന്നത്. അപ്പോൾ എന്നെ തിരിച്ചറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതിൻ്റെ ഒരു ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാൻ ഫുൾ ഹാപ്പിയാണ്. സത്യം ഇപ്പോഴെങ്ങനെയുണ്ട്? സന്തോഷമല്ലേ? പിന്നെ ഒത്തിരി സന്തോഷം. ആ സമയത്ത് ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഫുൾ ഹാപ്പിയാണ്. ശ്രുതി, ഇപ്പം സാറ് പറഞ്ഞു മുമ്പത്തെ ശ്രുതിനെ അറിയാം, പിന്നത്തെ ശ്രുതിനെ അറിയാം. ശ്രുതി എങ്ങനെയാ സ്വയം വിലയിരുത്തുന്നത്? മുമ്പത്തെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ കുറച്ചും കൂടി ഇങ്ങനെ ഇത്രയും സംസാരിക്കൊന്നുമില്ലായിരുന്നു. നേരത്തെ ഒരു ഒതുങ്ങിയ ഒരു ഇതായിരുന്നു, എന്തെങ്കിലും ബാക്കിലോട്ട് വലിയുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്തുണ്ടെങ്കിലും ഇപ്പം ഇവരൊക്കെ ആയിട്ട് സാറുമാരായിട്ടാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനുള്ള അങ്ങനെ ഒരു ഇത് വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഓപ്പറേഷന് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള അതേപോലത്തെ അവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അല്ല, നമുക്ക് ശ്വാസം മുട്ടലെന്ന് പിന്നെ കിതപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സ്റ്റെപ്പ് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് കിതയ്ക്കും. അത്ര നമുക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല പിന്നെ മുമ്പിട്ട്, അതുപോലെ കിതയ്ക്കും കിടന്നുകൊണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടില്ല. ഉറക്കമില്ലായ്മ, രാത്രിയിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ എണീറ്റിരിക്കും. എനിക്ക് എന്ത് ദേഷ്യമായിരുന്നു എന്നറിയാൻ നേരം. ഞാൻ അമ്മേനോട് ഒരു ദേഷ്യപ്പെട്ടിട്ട് വരെയുണ്ട്, എങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു എന്ന് ചോദിച്ചുകൊണ്ട്. ഞാനിങ്ങനെ എണീറ്റിരിക്കുമ്പോൾ ഉറക്കമില്ലാത്തത് ഈ രോഗത്തിന്റെ പ്രശ്നം ലക്ഷണമാണ്. കാരണം നമുക്ക് ഹൃദയത്തിലെ ലങ്സിലോട്ട് വെള്ളക്കെട്ടുണ്ടാവും. ഹൃദയത്തിന്റെ പമ്പിങ് പ്രവർത്തനം മോശമാകുമ്പോഴത്തേക്കും ഈ ലങ്സിലോട്ട് വെള്ളം കയറുന്നത്, ഏറ്റവും അധികം വെള്ളം കയറുന്നത് രാത്രിയിലാകുമ്പോഴത്തേക്കാണ്. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങാൻ പറ്റാത്തത്. അല്ലാതെ ഉറക്കം വേറെ പ്രശ്നം കൊണ്ടല്ല. ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. പിന്നെ വിശപ്പില്ലായ്മ, ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ. ശരിക്കും ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഓക്സിജൻ സിലിണ്ടർ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിലും ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ശ്വാസം മുട്ടൽ വരുമ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അതുപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പം ഒരു പ്രശ്നവും ഇല്ല. അതാണ് ഭയങ്കര ഹാപ്പിയാണ് ലൈഫ്. സന്ധ്യയ്ക്ക് അതിന് മുമ്പ് ഒരു പ്രശ്നമുണ്ട്. മീൻസ് ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഡെലിവറിക്ക് ശേഷം വരുന്നൊരു രോഗാവസ്ഥയായിരുന്നല്ലോ. അപ്പം ആ ഒരു അവസ്ഥ എങ്ങനെയാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരിക എന്നൊക്കെ അതെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം മോനുണ്ടായ സമയമാണല്ലോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും തീർന്നു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. പിന്നെയാണ് ജോസ് ചാക്കോസാറിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. അപ്പോൾ അവിടെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിരുന്നത്. അവിടെ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്തു. സാറ് വന്ന് കേസൊക്കെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ മൃതസഞ്ജീവനി വഴിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവിടെ വന്നപ്പോൾ സൂപ്പർ അർജൻറ്റ് ലിസ്റ്റിലാണ് രജിസ്റ്റർ ചെയ്തത്. ഒരു തവണ രജിസ്റ്റർ ചെയ്തു, 2ാം തവണ പുതുക്കേണ്ട സമയമായപ്പോഴേക്കും നമുക്ക് വേഗം ഓർഗൻ കിട്ടി. ഈ രോഗം കണ്ടുപിടിച്ചിട്ട് എത്ര സമയത്തുള്ള ഓർഗൻ കിട്ടിയായിരുന്നു? ഇവിടെ വന്നിട്ട് 5ാമത്തെ ദിവസം ഓർഗൻ കിട്ടി. വളരെ പെട്ടെന്ന് കിട്ടി. കാരണം ഇത് പലതരം വെയിറ്റ് ലിസ്റ്റുകളുണ്ട്. സൂപ്പർ അർജന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു രോഗി അത്രമാത്രം ഹൃദയത്തിന്റെ പരാജയം പോലെ ബുദ്ധിമുട്ടുകയും ഹോസ്പിറ്റലാകുകയും മൾട്ടിപ്പിൾ ഡ്രഗ്സ് മരുന്നുകൾ തുടർച്ചയായിട്ട് പോകേണ്ട ആവശ്യമുള്ള രോഗിക്ക് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് രോഗമുള്ളത് കൊണ്ടാണ് സൂപ്പർ അർജന്റ് ലിസ്റ്റ് കിട്ടുകയും 5 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നിട്ട് 5 ദിവസത്തിനുള്ളിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയും ചെയ്തത്. ചിലപ്പോൾ മോന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം അത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടിയത്. അല്ല, ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ എപ്പോഴും ഒരു ഭാഗ്യത്തിന്റെ എലമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ നാട്ടിലെ അവയവത്തിന്റെ ഡൊണേഷൻസ് വളരെയധികം കുറഞ്ഞു. ധാരാളം തെറ്റിദ്ധാരണകൾ, ചില സിനിമകൾ, സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഇതിനെതിരെയുള്ള പ്രചരണങ്ങളെല്ലാം മൂലം ഒരു കാലത്ത് 2016, 2017 കാലഘട്ടങ്ങൾ, അതായത് ഇവർക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഏറ്റവും അധികം ഡൊണേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേരളം. പക്ഷെ ഇപ്പം ഡൊണേഷൻസ് വളരെയധികം കുറഞ്ഞു. കാരണം ആളുകൾക്കൊക്കെ എല്ലാം ഇതിനകത്തെല്ലാം എന്തൊക്കെയോ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്, സസ്പീഷ്യസ് ആയിട്ട് എന്തോ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് ധാരണ ആളുകൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡൊണേഷൻസ് കുറഞ്ഞു. ഡൊണേഷൻസ് കുറയുമ്പോഴത്തേക്ക് പക്ഷേ ഈ ഹൃദയരോഗ ചികിത്സകൾ മെച്ചപ്പെടുകയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സെന്ററുകൾ കൂടിക്കൊരികയും ചെയ്യുമ്പോഴത്തേക്ക് ധാരാളം ആളുകൾ ലിസ്റ്റിലുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ലിസ്റ്റിലുള്ള കുറേ ആളുകൾക്ക് സ്വാഭാവികം മരണപ്പെട്ടു പോകും. മനസ്സിലായില്ലേ? സോ ഇവരെ പോലെ ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ മൂലം നഷ്ടപ്പെടുകയാണ്. മനസ്സിലായി? എല്ലാവരും പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. ഇവർ കാണിച്ചു കൊടുത്തില്ല എന്തൊക്കെ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ശേഷവും എങ്ങനെ ഇവർ ജീവിക്കുന്നു. മനസ്സിലായി? ഇപ്പം 2 ലേഡീസാണ്.
പൊതുവെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സ്ത്രീകൾ. ഇവർക്ക് ഇവരുടെ ഹൃദയത്തിനെ സംരക്ഷിക്കാൻ എന്തൊക്കെ ടിപ്സാണ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നിങ്ങളിലേക്ക് ഞാൻ വരാം, ഇത് കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ഏതൊരു രോഗിയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഹൃദയം വേറൊരു ഫോറിൻ ബോഡിയാണ്, മറ്റൊരു മനുഷ്യന്റെ ഹൃദയമാണ്. അത് നമ്മുടെ സ്വന്തമല്ല. അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് റിജക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുളികകൾ. അത് കൃത്യമായിട്ട് കഴിക്കണം. അതിനൊരു ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. ചില രക്തപരിശോധനകൾ നടത്തിയാണ് അതിന് ഡോസും മറ്റു കാര്യങ്ങളും വേണ്ടത്. ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല സ്റ്റിഫ് ഡോസിൽ മരുന്നുകളുണ്ടാവും. പക്ഷെ ക്രമേണ വർഷങ്ങൾ കഴിയുന്നത്തോളം ക്രമേണ അത് കുറഞ്ഞു വരികയും ചെയ്യും. ഇപ്പോൾ വളരെ ചെറിയ ഡോസിലുള്ള മരുന്നുകൾ മാത്രമേ, സ്റ്റീറോയിഡ്സ് ഒക്കെ വളരെ ചെറിയ ഡോസിലേ കഴിക്കുന്നുള്ളൂ. വളരെ ചെറിയ ഡോസിൽ 5 മില്ലിഗ്രാം വയസ്സിൽ ചെറിയ ഡോസിൽ മാത്രമേ സ്റ്റീറോയിഡ് ഗുളികളും ചില റിജക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിസിൻസും കഴിക്കേണ്ടതുണ്ട്. പിന്നെയുള്ളത് മെറ്റിക്കുലസ് ആയിട്ടുള്ള ഫോളോ അപ്പ്. കാരണം കൃത്യസമയത്ത് ചില പരിശോധനകൾ, ECG, എക്കോ പോലുള്ള പരിശോധനകൾ ചെയ്യണം. പിന്നെയുള്ളത് ബയോപ്സി. അതായത് നമ്മൾ ബയോപ്സി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാറ്റിവെച്ച ഹൃദയത്തിനകത്ത് ബയോപ്സി ചെയ്യാം. ഒന്നുകൂടെ പറയാം, മാറ്റിവെച്ച ഹൃദയത്തിനകത്ത്. സാധാരണ ബയോപ്സിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല, മനസ്സിലായി? ബയോപ്സി നമ്മൾ കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയൊക്കെ കേൾക്കുന്നത്? നമ്മൾ ഒരു ലങ്സിൽ ബയോപ്സി, അല്ലെങ്കിൽ നാക്കിൽ ബയോപ്സി, യൂട്രസിൽ ബയോപ്സി, അങ്ങനത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിനകത്ത് ബയോപ്സി ചെയ്യാൻ പറ്റും. ഇവരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ് എൻഡോമയോകാർഡിയൽ ബയോപ്സി എന്ന് പറയുന്ന ഹൃദയത്തിനകത്ത് പോയിട്ടുള്ള ബയോപ്സി എന്നുള്ളത്. അതിൽ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ബയോപ്സിയുടെ എണ്ണം കൂടുതലായിരിക്കും. പിന്നെ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് എണ്ണം കുറയും. അങ്ങനെ ബയോപ്സികൾ ചെയ്യണം. അതാണ് ചികിത്സയുടെ ഭാഗമായിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ചെയ്യണം. വളരെ കഠിനമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാൻ നമ്മൾ പറയില്ല. സാധാരണമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതാണ് പൊതുവെയുള്ള കാര്യങ്ങൾ. വ്യായാമം ഒക്കെ തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന ഈ ഒരു പ്രായത്തിൽ ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എന്ത് പറയുന്നു? അല്ല, സാറ് പറഞ്ഞത് ശരിയാണ്. നമ്മൾ മെഡിസിൻ ഒക്കെ കറക്റ്റായിട്ട് പറയുന്ന പോലെ തന്നെയാണ് കഴിക്കുന്നതും. പിന്നെ ഫോളോ അപ്പും അവർ പറയുന്ന ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് വിളിക്കും. ടൈം ആകുമ്പോഴേക്കും നമ്മൾ വരുന്ന ഇതൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എല്ലാ വീക്കെൻഡിലും വിളിക്കും. നമ്മളിവിടെ നിന്ന് വിളിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ചെക്കപ്പിന് വരേണ്ട ടൈം ആകുമ്പോഴേക്കും പറയും, വരാറായിട്ടുണ്ട്, ഇന്ന ഡേറ്റിലാണ് എന്ന് പറയും. നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇതുവരെ തെറ്റിച്ചിട്ടൊന്നുമില്ല. മടിയുണ്ടോ സാർ ഏതെങ്കിലും തരത്തിൽ? ഇവര് പറയുന്നു തെറ്റിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഇവർ മടി കാണിക്കില്ല. കാരണം നമുക്കറിയാം. കാരണം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഇതുവരെ അവർ മടി കാണിച്ചിട്ടുമില്ല, മടി കാണിക്കത്തില്ല. നല്ല വിശ്വാസം ഞാൻ. അല്ല, അതുകൊണ്ടാണ് അവരിപ്പോ ഈ എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലൂടെ കടന്നുപോയവരാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്? എനിക്ക് 17ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഹാർട്ടിന് പ്രോബ്ലം. അപ്പം ഇവിടെ അന്ന് മുതലേ ഇവിടുത്തെ ട്രീറ്റ്മെന്റിലാണ്. ഇപ്പം 35 വയസ്സ്. അപ്പം അന്ന് മുതലേ ഇവിടെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പം ആദ്യം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ് ലൈഫ്. വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മെഡിക്കൽ ലാബിൻ്റെ കോഴ്സൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു 2012 ലാസ്റ്റോട് കൂടി 13 ആദ്യം ആ ഒരു ടൈമിലാണ് വീണ്ടും എനിക്ക് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. അപ്പം അങ്ങനെ ഇവിടെ വീണ്ടും ഇതുപോലെ തന്നെ തീരെ ഇതായിട്ട് വന്ന് അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ അന്ന് കണ്ടത് ഡോക്ടർ റോണി മാത്യു സാറിനെയാണ്. സാറിൻ്റെ പേഷ്യൻ്റായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് സാറ് ആണ് ജോസ് സാറിന് അടുത്തേക്ക് വിടുന്നത്. അപ്പോൾ ജോസ് സാറാണ് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. എന്നോട് എല്ലാ കാര്യങ്ങളും സാറ് നേരിട്ട് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണതാണ് കൂടുതൽ നല്ലത്. കാരണം ഈ ബുദ്ധിമുട്ടുകൾ അതുപോലെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് സാർ പറയുന്നത് നമുക്ക് മെഡിസിനിൽ പോകുന്ന ഒരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഇത് തരുന്നത് ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നമുക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു. ആദ്യം കേട്ടപ്പം, കാരണം ആദ്യമായിട്ട് കേൾക്കുവാണ്, കേട്ടിട്ടേ ഇല്ല, ഹാർട്ട് മാറ്റി വയ്ക്കാൻ അങ്ങനെ ഒരു ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു ചിന്തയായിട്ടല്ല വന്നത് തന്നെ.
അപ്പോൾ സാറത് പറഞ്ഞ് ഓക്കെ കേട്ടിരുന്നു എല്ലാം. എന്താണ് എൻ്റെ അവസ്ഥ ഇതൊക്കെ പറഞ്ഞു തന്നു, എല്ലാം കേട്ടിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് കരഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിന്ത വന്നത് ഇതിന് ഒരുപാട് പൈസ ചിലവ് വരും എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ മൈൻഡിൽ. കാരണം നമ്മൾ നോർമൽ ഒരു സാധാരണ കുടുംബമാണ്, അപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരിതായി. പിന്നെ അതൊക്കെ എന്തോ സാറ് പറഞ്ഞു അവളുടെ സമ്മതം ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ എല്ലാവരും പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓക്കെ ഞാൻ സമ്മതിച്ചു. എൻ്റെ മൈൻഡിലൊരു പേടിയുണ്ട്, കാരണം ഓപ്പറേഷൻ കഴിയുമ്പം നമുക്ക് ഭയങ്കര വേദനയായിരിക്കും, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, അങ്ങനെയൊക്കെ. ആകെ ഞാൻ കേട്ടേക്കുന്നത് മറ്റേ ഡെലിവറിയുടെ സിസേറിയൻ അതാണ്. അപ്പോൾ അവർ പറയുന്നത് ഭയങ്കര പെയിനാണെന്നുള്ള ആ ഒരു ചിന്ത. അപ്പോൾ ആ ഒരു ഇതാണ്, ഏജും അത്രേ ഉള്ളല്ലോ, ആ ഒരു ഇതിലാണല്ലോ. അപ്പം അങ്ങനെയാണ് ചിന്തിച്ചത്. പിന്നെ പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വേദന അറിഞ്ഞിട്ടേ ഇല്ല, എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഞാൻ ഫുൾ ഹാപ്പിയാണ്. എനിക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ സാറന്മാരെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. നേരം നോർമലി ഹോസ്പിറ്റലിൽ പോകാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഇവിടെ വന്ന് ഇവരോടൊക്കെ വർത്താനം പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എപ്പോഴാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ആലോചിക്കുന്നത്? അത് ഹൃദയത്തിൻ്റെ പമ്പിങ് പ്രവർത്തനങ്ങൾ മോശമാകുന്ന അവസ്ഥ, ഹാർട്ട് ഫെയിലിയർ, ഹൃദയ പരാജയം എന്ന് മലയാളത്തിൽ പറയാം. ഹൃദയ പരാജയം ഉണ്ടാകുമ്പോൾ ഹൃദയം ചെയ്യേണ്ട ജോലി ചെയ്യുന്നത് ഹൃദയത്തിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഹൃദയം ചെയ്യേണ്ടത് ജോലി, ഹൃദയം രക്തം പമ്പ് ചെയ്യുക. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട്, കായികമായിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്. അത് കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികം ആദ്യമായിട്ട് ലക്ഷണം ഉണ്ടാകും, കിതപ്പ്. ആദ്യം നടക്കുമ്പോഴത്തേക്ക് കിതപ്പ് ഉണ്ടാകുന്നു. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ചെറിയ ദൂരം പോലും നടക്കുമ്പോഴത്തേക്ക്, ശ്രുതി പറഞ്ഞു 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ പോലും കിതയ്ക്കുന്നു, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ കിതപ്പുണ്ടാകുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഹോസ്പിറ്റലൈസേഷൻസ് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഹൃദയപരാജയത്തിൻ്റെ ലക്ഷണങ്ങൾ. എന്നാൽ ഹൃദയപരാജയമുള്ള എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറില്ല, ആവശ്യവുമില്ല. ഹൃദയത്തിൻ്റെ പരാജയം മൂലം പല പ്രാവശ്യം ആശുപത്രിവാസം ഉണ്ടാകുന്നവർ, ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മനസ്സിലായില്ലേ? ഡെയിലി ലിവിങ്ങിന് വേണ്ട ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മൂന്നാമത്തേത്, അത്തരം രോഗികൾ ഒരു വർഷത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യത 50%, 50%-ലേറെ ആകുമ്പോൾ മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയുള്ളൂ. ഹൃദയത്തിൻ്റെ പമ്പിങ് പ്രവർത്തനം അല്പം കുറഞ്ഞു, അല്പം ലക്ഷണമുണ്ട്, എന്നാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റും, അങ്ങനെയുള്ളവർക്ക് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ആലോചിക്കില്ല. എന്നാൽ പ്രവർത്തനങ്ങൾ തീരെ മോശം, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, പല പ്രാവശ്യം ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും രോഗികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് രക്ഷാപ്രവർത്തനം വന്നാൽ മാത്രമേ നമ്മൾ കയറി പോകൂ. അല്ല, എന്ത് ചെറിയ കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പോലും പിടിച്ചു കയറണം. അതുപോലെ ഹൃദയത്തിൻ്റെ പരാജയം മൂലം ഒഴുകി പോകുന്ന അവസ്ഥയിൽ ജീവിതം ഒഴുകി പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പായിട്ട് മാത്രമേ ട്രാൻസ്പ്ലാന്റേഷനെ പലപ്പോഴും കാണാറുള്ളൂ. കാരണം അതിൻ്റെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്രമാത്രം ആവശ്യമുള്ളവർക്ക്, അത്രമാത്രം ഗൗരവമായ പ്രശ്നങ്ങൾക്ക് മാത്രമേ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഞങ്ങൾ അടുത്ത പ്രാവശ്യം ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് എന്ന് പറയുന്ന ലോകത്തെ വേൾഡ് ട്രാൻസ്പ്ലാന്റ് ഗെയിംസിൽ പോയിരിക്കുക. വേൾഡ് ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവയവമാറ്റം കഴിഞ്ഞ അല്ലെങ്കിൽ അവയവം കൊടുത്ത എല്ലാവരുടെയും ഒരു കായിക മേളയാണ്. 2 വർഷം കൂടുമ്പോഴത്തേക്ക് 2 വർഷം കൂടി നടക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടുന്ന് ഹൃദയം മാറ്റി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ചുകൂടെ വലിയൊരു ടീമോട് കൂടി സുധീയും സഞ്ജയൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ടീമോട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തു. എല്ലാരും കേട്ടോട്ടെ കൊണ്ടോക്കോളൂ. അല്ല, നമുക്കിപ്പം സാറിന്റെ ഭാഗത്ത് നിന്നൊക്കെയുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിൽ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. സന്ധ്യക്ക് എങ്ങനെയാണ്? എൻ്റെ 2 ഫാമിലീസും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം മോൻ അത്രയും ചെറുതായിരുന്നു, എനിക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മായി ഉണ്ട്, ആളാണ് നോക്കിയിരുന്നത് മുഴുവൻ. പാല് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പതിയെ വേറെ ഭക്ഷണങ്ങൾ കൊടുത്ത് ആൾ ഒരു വിധ ദോഷങ്ങളും പറ്റിയില്ല. മോനെനിക്ക് ഞാൻ ചെന്നപ്പോൾ അത്രയും ഉഷാറോടുകൂടി നല്ലൊരു മോനായിട്ട് തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അപ്പം അത്രയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്നായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും നല്ലോണം സപ്പോർട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ശ്രുതിയുടെ കാര്യം? എനിക്ക് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട്, ശരിയാണ്. പിന്നെ നാട്ടുകാരുടെ ഒരുപാട് പേര് അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ്, മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ഇതുണ്ടായിരുന്നു, സപ്പോർട്ട്. നമ്മൾ അറിയാത്തവരെ ഒരുപാട് പേര് കാശ് തന്ന് സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകൾ, ഒട്ടും അറിയാത്തവർ, കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളിപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട്. നമ്മളെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും
കുറച്ച് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ബ്രെയിൻ എന്ന് പറഞ്ഞേക്കാൾ നമ്മൾ ഹൃദയം, സ്നേഹം എന്നൊക്കെ പറയുന്ന ഇമോഷൻ അവിടെ ആയിട്ട് കണക്ട് ആണല്ലോ. അപ്പം ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഈ ബ്രെയിൻ വേവ്സിനേക്കാളും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും ഹൃദയത്തിന്റെ വേവ്സിന്, ഹൃദയത്തിൽ നിന്ന് വരുന്ന വേവ്സിന്. അതുകൊണ്ടാണ് ഒരു ടെലിപ്പതിയൊക്കെ വർക്ക് ചെയ്യുന്നത്. ആണോ സർ, അങ്ങനെ ഉണ്ടോ? ചോദ്യം അതെ, ചോദ്യം ചോദിക്കാൻ വന്ന് ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതായിരിക്കും. അതായത് ഹൃദയം മാറ്റിവെച്ചു, അവർക്ക് ആ ഒരു ഇമോഷണൽ ആ ഒരു വ്യത്യാസം, അതായത് മുൻപ് അത് ക്യാരി ചെയ്തിരുന്ന ഒരാളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. റിയാലിറ്റി എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് Happiness വന്നു life. കുറച്ചും കൂടെ ഹാപ്പി ആയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. എന്തുണ്ടെങ്കിലും ഇച്ചിരി ബാക്കിലോട്ട് പോകുന്ന ഒരു ടൈപ്പ് ആയിരുന്നു നേരത്തെ. ഇപ്പോൾ അങ്ങനെ അത്ര എല്ലാത്തിനും മുമ്പോട്ട് വന്നു എന്നല്ല, എന്നാലും അത്രയും ഒരു ഇതില്ല. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറേയൊക്കെ വ്യത്യാസം തോന്നുന്നുണ്ട്. അതിനിപ്പം എനിക്ക് ജോസഫ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഹാർട്ടാണ് വെച്ചിരിക്കുന്നത്, ചങ്ങനാശ്ശേരിയിലുള്ള. ആ ചേട്ടൻ എനിക്കറിയത്തില്ല ആളുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനി അങ്ങനെ അതാണോ എന്നറിയില്ല. ഞാൻ കുറച്ചൊക്കെ കേട്ടേക്കണ ആൾ ഭയങ്കര എന്താ പറയണ ഒരു സഹായിക്കാനൊക്കെ അങ്ങനത്തെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഒരാളായിരുന്നു എന്ന്. ഒരു പാവം ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. കുറച്ചൊക്കെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല ഞാനും എനിക്ക് ഇത്ര നല്ല സ്വഭാവമായിരുന്നു. ഞാൻ നല്ല സ്വഭാവമായത്. എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടില്ല. സന്ധ്യ തന്നെയാണ്. ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഒരു ആഡിയോളജിസ്റ്റാണ് തന്നെ പറയും, ഇത് നമ്മുടെ സ്വഭാവത്തെയും ഒക്കെ നിശ്ചയിക്കുന്നതും നമ്മുടെ തലച്ചോറാണ്, ബ്രെയിനാണ്. മനസ്സിലായില്ലേ? ബ്രെയിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. സെറട്ടോണിൻ ഉണ്ട്, ഡോപ്പമിൻ ഉണ്ട്, നോറഡ്രിനലിൻ ഉണ്ട്. അങ്ങനത്തെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വഴിയാണ് നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്തകളൊക്കെ വരുന്നത്. മനസ്സിലായി? അതിന് ഹാർട്ട് ഞങ്ങൾ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഈ പറയുന്ന ഇമോഷൻ്റെ ഒരു ഏരിയ ഇതുവരെ ഹാർട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തലച്ചോറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തലച്ചോറ് പോലെ മാറ്റി വെച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവർക്ക് ഹാർട്ട് നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നത്. ശരിക്കും എത്ര സമയം കൊണ്ടാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ആക്സെപ്റ്റ് ചെയ്താൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യുമോ? നമ്മൾ പറഞ്ഞ വേർഡാണ് റിജക്ഷൻ എന്ന് പറയാം. റിജക്ഷൻ പലതരം റിജക്ഷൻസ് ഉണ്ട്. ഒന്ന് ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ, രണ്ട് അക്യൂട്ട് റിജക്ഷൻ, സബ് അക്യൂട്ട് റിജക്ഷൻ, ക്രോണിക് റിജക്ഷൻ. മനസ്സിലായി? ഹൈപ്പർ അക്യൂട്ട് എന്ന് പറയുമ്പം അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് 24 മണിക്കൂർ ഉണ്ടാകുന്ന റിജക്ഷനാണ്. നമുക്ക് ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് രോഗിയെ മാറ്റാനേ പറ്റില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, തുന്നിയൊക്കെ പിടിച്ചപ്പോഴും നമുക്ക് ഹൃദയം പമ്പ് ചെയ്യുന്നില്ല, ഹൃദയം പ്രവർത്തിക്കുന്നില്ല, ഹൃദയം റിജക്റ്റായി. ഹൈപ്പർ അക്യൂട്ട് റിജക്ഷനാണ്. അതിനുള്ളപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഹാർട്ട് ലങ് മെഷീനും ഹൃദയത്തിൻ്റെ പമ്പുകളും ഒക്കെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ക്രമേണ അക്യൂട്ട് റിജക്ഷൻ കുറച്ച് സമയത്തുള്ളിൽ ഉണ്ടാകുന്നു, സബ് അക്യൂട്ട്, പിന്നെ ക്രോണിക് വർഷങ്ങൾക്ക് ശേഷവും ഉണ്ടാകാം. മനസ്സിലായാലും ഇപ്പോൾ ഇവർ സ്ഥിരമായിട്ട് റിജക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. കാരണം റിജക്ഷൻ്റെ റിസ്ക് ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായാലും അതിനു വേണ്ടിയിട്ടാണ് മരുന്നുകൾ കഴിക്കുന്നത്. പീരിയോഡിക്കായിട്ട് ഫോളോ അപ്പ്, ബയോപ്സി, മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. സമയം കഴിയുമ്പോൾ ഉദാഹരണത്തിന് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് 1 വർഷത്തിലൊക്കെയാണ് റിജക്ഷൻസ് ഏറ്റവും അധികം സംഭവിക്കുന്നത്. 1 വർഷം കഴിഞ്ഞ് റിജക്ഷൻ്റെ സാധ്യത കുറയുന്നു. ലോകത്തെ ഏറ്റവും മികച്ച സെൻറ്ററുകളിൽ ഡേറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് ശേഷം 10 വർഷം ആളുകൾ ജീവിക്കേണ്ടത് 70-80% ഇടയ്ക്കാണ്. അതായത് 100 പേർക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 70 മുതൽ 80 ആളുകളും 10 വർഷത്തിനപ്പുറം ജീവിക്കണം എന്നാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ട് കണക്കുള്ളത്. മനസ്സിലായത്? സോ അതിൻ്റെ ശാസ്ത്രീയ വസ്തുത. റിജക്ഷൻ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾ കഴിയുന്നവരും സാധ്യതകൾ കുറഞ്ഞു വരികയും ചെയ്യും. പൂർണ്ണ അബ്സല്യൂട്ട് സീറോ എന്ന് പറയാൻ പറ്റില്ല. അതിനാണ് നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഉണ്ട് ഹൃദയം. ആ ഹൃദയത്തിനെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു? ഇപ്പം നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഹൃദയം നമുക്ക് പണി തരാം, പക്ഷെ അതല്ലാതെ ഹൃദയത്തിന് പണി കൊടുക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം സർ? ഹൃദയത്തിന് പണി കൊടുക്കാതിരിക്കാൻ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ
പ്രത്യേകിച്ച് കേരളത്തിൽ ഹൃദ്രോഗ സാധ്യത കൂടിക്കൊണ്ടിരുന്നു. നമ്മൾ ഒരു കാലഘട്ടങ്ങളിൽ 60-70 വയസ്സുള്ളവർക്ക് മാത്രമേ ഹൃദ്രോഗം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കുറഞ്ഞ് വന്നിട്ട് അത് 30 വയസ്സ് 40 വയസ്സിലൊക്കെ ഹൃദ്രോഗം ഉണ്ടാകുന്നു. പണ്ട് സ്ത്രീകൾക്ക് നമ്മൾ ഹൃദ്രോഗം ഉദ്ദേശിക്കുന്നത് ഹാർട്ട് അറ്റാക്കും ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ മൂലമുള്ള രോഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണ്. ശരിയാണ്, സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണ്. എന്നാൽ ഇപ്പോൾ സ്ത്രീകൾക്കും ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ഒരു ഹാർട്ട് അറ്റാക്കോ ഹൃദ്രോഗമോ ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആരും ഈ രോഗത്തിൽ നിന്ന് മുക്തരല്ല. ആദ്യം അതാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എത്രമാത്രം തടയുക, എത്രമാത്രം മുമ്പോട്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഞാൻ പറയും 3 രോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക, 3 ജീവിതശൈലി മാറ്റം വരുത്തുക. എന്താണ് 3 രോഗങ്ങൾ? ഒന്ന്, ഡയബറ്റിസ് ഉണ്ടാകാൻ നോക്കുക. ഡയബറ്റിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിർഭാഗ്യവശാൽ ഡയബറ്റിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച രീതിയിൽ കൺട്രോൾ ചെയ്യാം. മനസ്സിലായി? രണ്ടാമത്തേത്, നമുക്ക് കൊളസ്ട്രോൾ, ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക, കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. 3, നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. ഇതാണ് ഈ 3 രോഗങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാം. 3 ജീവിത ശൈലികൾക്ക് മാറ്റം വരുത്തുക. ഒന്ന്, അമിതമായിട്ടുള്ള ഈ പറയുന്ന കൊഴുപ്പിൻ്റെ ഉപയോഗം, അമിതമായ കൊഴുപ്പ്. രണ്ടാമത്തേത്, പുകവലി, അങ്ങനത്തെയുള്ള മദ്യപാനം, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തേത്, വ്യായാമം കൃത്യമായി ചെയ്യുക. കാരണം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷണങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ഇതൊക്കെ ഈ ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ, ഈ രോഗങ്ങൾ നിയന്ത്രിക്കുകയും ഈ ജീവിതശൈലി വ്യത്യാസം വരുത്തുകയും ചെയ്താൽ ഹൃദ്രോഗ സാധ്യത പറയുന്നതനുസരിച്ച് ഒരു 80% തടയാൻ പറ്റും. അതുകൊണ്ട് എത്ര പറയുന്നു, എത്രമാത്രം മുമ്പോട്ടാക്കാൻ പറ്റും ഈ രോഗം നമ്മളെ പിടികൂടുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തോട്ടാക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഓക്കെ, ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എനിക്കുള്ളത് ഈ ഡോണേഴ്സിനെ കുറിച്ചാണ്. പൊതുവേ നമ്മൾ പറയും സ്ത്രീകളാണ് ഈ ഡോണേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സ്ത്രീകൾ ഇത് കൊടുക്കണം, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ബാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് പൊതുവെ ഡോണേഴ്സിൻ്റെ ഒരു, ഇപ്പം നേരത്തെ ബ്രെയിൻ ഡെത്തിന്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ലെങ്കിലും പൊതുവെ എങ്ങനെയാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? ഞാൻ പറഞ്ഞ മരണാനന്തര അവയവദാനം, ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, കാരണം ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിൻ്റെ ഇൻചാർജ് എന്ന നിലയിൽ ഞാൻ സംസാരിക്കുന്നത് മരണാനന്തര ഹൃദയ അവയവദാനത്തെക്കുറിച്ചാണ്. മരണാനന്തര സ്വാഭാവികമായിട്ടും എപ്പോഴാണ് മരണാനന്തര അവയവദാനം? ഇത്തരം രോഗികൾക്കാണ്. ഒന്ന്, ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി, ഹൈപ്പർ ടെൻഷൻ ബ്ലീഡുകൾ ഉണ്ടാകുന്നു ഹൃദയത്തിൻ്റെ. സാധാരണ ഈ 2 രോഗങ്ങളും കൂടുതലായിട്ട് കാണുന്നത്, കാരണം ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത സ്ത്രീകളെക്കാട്ടും കൂടുതൽ സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്കാണ്. രണ്ടാമത് പ്രഷറും അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതൽ പുരുഷന്മാർക്കാണ്. സോ മെജോറിറ്റി ഇന്ന് കേരളത്തിലുള്ളത് ഡോണേഴ്സും ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര അവയവദാനം പുരുഷന്മാരാണ്. അതേസമയം മരണാനന്തരം അല്ലാത്ത അവയവദാനം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് കിഡ്നി ഒരാൾക്ക് കൊടുക്കാൻ പറ്റും, ലിവറിൻ്റെ ഒരു പോർഷൻ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും സ്ത്രീകൾ മുമ്പോട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ, ചില കുട്ടികൾ പോലും. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ തന്നെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. കാരണം 18 വയസ്സ് തികഞ്ഞാൽ മാത്രമേ, പ്രായപൂർത്തിയായി മാത്രമേ നമുക്ക് കൺസെൻറ്റ് കൊടുക്കാൻ പറ്റും. എന്നാൽ അദ്ദേഹത്തിന് ലിവർ കിട്ടേണ്ടിയിരുന്ന ആൾക്ക് അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രായം പൂർത്തിയായവർ ആരെയും കിട്ടാനുള്ള സാഹചര്യം ഇല്ലാത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ 17 വയസ്സ് മാത്രമേ ഉള്ളൂ. കോടതിയിൽ പോയി ഉത്തരവ് മേടിച്ചുകൊണ്ട് ലിവർ കൊടുക്കേണ്ട ആവശ്യം വന്നായിരുന്നു. സ്ത്രീകൾ പ്രത്യേകിച്ച് ഭർത്താവിന് കിഡ്നി കൊടുക്കുക, അപ്പന് കിഡ്നി ലിവർ കൊടുക്കുക, അവയവങ്ങൾ കൊടുക്കുക, ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ എന്ന നിലയിൽ നമ്മളെപ്പോഴും പറയും കേരള സമൂഹം വ്യത്യസ്തമായ സമൂഹമാണ്, പരിഷ്കൃത സമൂഹമാണ്. പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത്, അവയവദാനത്തിന് നിരക്കൂടെ അതിനകത്ത് പെടുത്തണമെന്ന് പറയണം. അങ്ങനെ പെടുത്തുകയാണെങ്കിൽ ഇത് നമ്മളൊരു പരിഷ്കൃത സമൂഹമാണ് എന്ന് ഞാൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ പറയില്ല. കാരണം വളരെ വളരെ കുറവാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവയവദാനം നടത്തിയ ആ അവയവം കൊണ്ട് ജീവിക്കുന്ന അനേകരുണ്ട്. അവർ ആ അവയവദാനത്തിൽ കൂടിയും ആ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ശേഷം ജീവിതത്തിന് കൃത്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഇവർ ഉദാഹരണമാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്.
അതുകൊണ്ട് നമ്മൾ ഇനി പ്രോത്സാഹിപ്പിക്കേണ്ടത് അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമുക്കും ഡോണറാകാൻ പറ്റും, മനസ്സിലായില്ലേ? നമുക്ക് ഈ പറയുന്ന KS ഓട്ടോയുടെ സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ട് ഡൊണേഷൻ കൊടുക്കാനുള്ള ഫോമുകളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. നമുക്കും ഒരു ഓർഗൻ ഡോണറായിട്ട് മാറാനും പറ്റുന്നതാണ്. ഈ ഹാർട്ട് ഡേയിൽ ഹൃദയം തൊട്ട് തന്നെ പറയാം, ഇവരെ 3 പേരെയും പരിചയപ്പെടുത്തി തരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു.